പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ +1 ഇംപ്രൂവ്മെൻറ്റ് സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 15ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഡോക്സ് റിയാക്ഷനിലെ സെക്കൻഡ് പാർട്ടാണ്. അതായത് 14ാമത്തെ എപ്പിസോഡിൽ നമ്മൾ 9 ക്വസ്റ്റ്യനാണ് റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് വരാം 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. Given the redox reaction, CuO solid plus H2 gas gives Cu solid plus H2O gas. ആ ഇക്വേഷൻ നോക്കുക. അതൊരു റിഡോക്സ് റിയാക്ഷനാണ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദി സ്പീഷീസ് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നത് ആർക്കാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നോക്കാം. CuOയിൽ Cuയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +2 ആണ് അല്ലേ? ഓക്സിജന് -2 ആണ് എന്നതുകൊണ്ടാണ് കോപ്പറിന് +2 ആയത്. ഹൈഡ്രജൻ H2 എന്നുള്ളതിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റോ 0 ആണ്. Cu സോളിഡ് എന്നുള്ളതിൽ Cuവിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. H2Oയിൽ ഹൈഡ്രജന് +1ഉം ഓക്സിജന് -2 ആണ്. അപ്പോൾ ആർക്കൊക്കെ ചേഞ്ച് സംഭവിച്ചത്? CuOയിലെ കോപ്പർ 2+ നിന്ന് Cus എന്ന് പറയുന്ന സോളിഡായ കോപ്പറിലേക്ക് മാറുമ്പോൾ +2 നിന്ന് 0യിലേക്ക് മാറുന്നു. ദാറ്റ് ഈസ് വാട്ട്? ദാറ്റ് ഈസ് റിഡക്ഷൻ. അപ്പോൾ CuOയിലെ Cu ആയി മാറിയ റിയാക്ഷൻ റിഡക്ഷനാണ്. ഹൈഡ്രജനിൽ 0 ആണ് തുടക്കത്തിൽ. ആരോ മാർക്കിൻ്റെ അപ്പുറത്തുള്ള H2Oയിലെ ഹൈഡ്രജൻ +1 ആണ്. അപ്പോൾ H2വിൽ നിന്ന് ആരോ മാർക്ക് H2Oയിലെ Hലേക്കുള്ള ആരോ മാർക്ക് ഓക്സിഡേഷനാണ്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തല്ലോ. അതിലെ നമ്പർ 2, ഐഡൻറ്റിഫൈ റിഡക്റ്റൻറ്റ് ആൻഡ് ഓക്സിഡൻറ്റ്. റിഡക്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ. ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണെന്ന് പറയാം. അറിയാലോ. റിഡക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻ്റാണ്. ആരാ റെഡ്യൂസിങ് ഏജൻറ്റ്? ഓക്സിഡേഷൻ ആർക്കാണോ സംഭവിക്കുന്നത് അയാളാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഹൈഡ്രജനാണ്. H2 ഈസ് റിഡക്റ്റൻറ്റ്. ക്ലിയർ? അടുത്തത് ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് Cu2+ ആണ് ഇൻ CuO. CuOയിലെ Cu2+ ആണ് ആര്? ഓക്സിഡൻറ്റ്. ക്ലിയർ ആണല്ലോ. അതിലെ ബി ക്വസ്റ്റ്യൻ, എമംഗ് ദി ഫോളോയിങ് റിയാക്ഷൻസ് ഐഡൻറ്റിഫൈ ദി വൺ വിച്ച് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ അല്ലാത്ത ഒരു റിയാക്ഷനായി ഇന്ന് കണ്ടെത്തണം. നോക്കാം. മാർച്ച് 2015 ചോദിച്ച ക്വസ്റ്റ്യനാണിത്. മെഗ്നീഷ്യം + N2 ഗീവ്സ് Mg3N2 മെഗ്നീഷ്യം നൈട്രൈഡ്. ഇത് 2 മൂലകങ്ങൾ കൂടി ചേർന്ന് കോമ്പൗണ്ടായി മാറുന്ന റിയാക്ഷനാണ്. അതായത് കോമ്പിനേഷൻ റിയാക്ഷനാണ്. കോമ്പിനേഷൻ റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ അതല്ല ഉത്തരം. നമ്പർ 2, FeS + HCl gives FeCl2 + H2. ഇതെന്താണിത്? ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. FeHClലെ Clമായി പ്രവർത്തിക്കുന്നു. റെഡിയല്ലേ? നെക്സ്റ്റ്, കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. കാൽസ്യം കാർബണേറ്റിലെ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഓക്സിജൻ്റെത് -2 ആണ്. ക്ലിയർ? അതേ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് CaOയിലും ഉള്ളത്. ഓക്സിജന് -2, കാൽസ്യത്തിന് 2+. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണ് +4, ഓക്സിജന് -2. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ദെയർഫോർ ദാറ്റ് ഈസ് നോട്ട് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ മൂന്നാമത്തത് റിഡോക്സ് റിയാക്ഷൻ അല്ല. നെക്സ്റ്റ്, 2NaH ഗീവ്സ് Na + H2. ദാറ്റ് ഈസ് വാട്ട്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? റിഡോക്സ് റിയാക്ഷൻ 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് കോമ്പിനേഷനാണ്, മറ്റൊന്ന് ഡീകമ്പോസിഷനാണ്, മറ്റൊന്ന് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, നാലാമത്തത് ഡിസ്പ്രപ്പോർഷനേഷനാണ്.
അപ്പോൾ നേരിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്, എത്ര ടൈപ്പ് ഉണ്ട് എന്ന് ചോദിച്ചിട്ട് അത് എന്താണെന്ന് എഴുതുക, അതിന് എക്സാമ്പിൾ എഴുതാൻ ചോദിക്കാറുണ്ട് 3 മാർക്കിന്. ഇവിടെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ റിയാക്ഷൻ തന്നിട്ട് ഇതിലേതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെൻറ്റ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. 2 കോമ്പൗണ്ട് അവിടെ തന്നിട്ടുണ്ട്, അതിൽ സ്റ്റോക്ക് നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം സ്റ്റോക്ക് നൊട്ടേഷൻ എന്താണെന്ന് അറിയണ്ടേ. സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്രാക്കറ്റിൽ കോമ്പൗണ്ടിൻ്റെ ഫോർമുലയോടൊപ്പം ചേർത്ത് പറയുന്നതിനാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയാം. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടാൽ മതി. എക്സാമ്പിൾ പറയാം. HAuCl4. അതിലേതാ മെറ്റൽ, ലോഹം ഏതാണ്? AU ആണ്. AUവിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ഹൈഡ്രജന് +1, ക്ലോറിന് -1, 4 ക്ലോറിൻ -4, ഒരു ഹൈഡ്രജന് +1, എത്ര ബാക്കി? -3. -3ക്ക് ബാക്കിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾഡിന്, AU എന്ന് പറഞ്ഞ ഗോൾഡിന് +3. അപ്പോൾ നോക്കൂ അവിടെ കോൺഫിഗറേഷൻ ഇത് കൊടുത്തത്, സ്റ്റോക്ക് നൊട്ടേഷൻ കൊടുത്തത് HAu ബ്രാക്കറ്റ് ഇട്ടിട്ട് 3 Cl4 എന്ന് കൊടുത്തു. ആ ഫോർമുലയിൽ തന്നെ ആ ഫോർമുലയിലുള്ള മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു സർക്കുലാർ ബ്രാക്കറ്റിനുള്ളിൽ നിറച്ചു. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട ബ്രാക്കറ്റ് അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, സർക്കുലാർ ബ്രാക്കറ്റാണ്. ഓക്കെ, അതിൽ സെക്കൻഡ് വൺ നോക്കുക. MnO2ൽ ഓക്സിജന് -2, സ്വാഭാവികമായിട്ട് 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് -4, അപ്പോൾ മാംഗനീസിന് +4. Mnൻ്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തു? 4 എന്ന് കൊടുത്തു. Mn4O2. ക്ലിയർ? നെക്സ്റ്റ് B. ഡിഫൈൻ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സിഡേഷനെയും റിഡക്ഷനെയും കുറിച്ച് ഇലക്ട്രോണിക് കൺസെപ്റ്റ് എന്താണ്? ഇലക്ട്രോണിനെ വെച്ചുകൊണ്ടുള്ള കൺസെപ്റ്റ് എന്താണ്? ഇലക്ട്രോണിക് കൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുക എന്നാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാലോ ഇലക്ട്രോണിനെ സ്വീകരിക്കുക എന്നാണ്, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ക്ലിയർ? ആ ബിയിൽ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദി ഓക്സിഡൈസർ ആൻഡ് റിഡ്യൂസർ ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രോണിക് കൺസെപ്റ്റ്. സോഡിയം ക്ലോറിനുമായി പ്രവർത്തിച്ച് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0, ക്ലോറിൻ്റെതും 0. NaClൽ NAക്ക് Na+, Cl- അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ Na എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡിലെ Naയിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ Na+ലേക്ക് മാറിയത് ഓക്സിഡേഷനാണ്. Cl2 എന്നുള്ളതിൽ 0 സ്റ്റേറ്റാണ്, അതിൽ നിന്ന് Cl- പോയി, ദാറ്റ് ഈസ് റിഡക്ഷൻ. Cl2വിൽ നിന്ന് Cl- പോകുന്നത് റിഡക്ഷനാണ്. അപ്പോൾ ആരാ ഓക്സിഡൈസർ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്സിഡൈസർ ക്ലോറിനാണ്, റെഡ്യൂസർ സോഡിയമാണ്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 12. റൈറ്റ് ദി ഫോർമുല ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. കണ്ടോ? നിക്കൽ സൾഫേറ്റ്, നിക്കൽ 2 സൾഫേറ്റ്, ടിൻ 4 ഓക്സൈഡ് കൊടുത്തു. കണ്ടോ? അതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതിയാൽ മതി. അതാ അവിടെ തന്നിരിക്കുന്നത് സ്റ്റോക്ക് നൊട്ടേഷനാണ്. അതിൽ നിന്ന് ഫോർമുല ചെയ്ത NiSO4, SnO2. പ്രശ്നമില്ലല്ലോ. അതിൽ B. ഫ്ലോറിൻ റിയാക്ട് വിത്ത് ഐസ് ആസ് ഗിവൺ ബിലോ. ഐസുമായി ഫ്ലോറിൻ പ്രവർത്തിക്കുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിഫൈ ദാറ്റ് ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇത് റിഡോക്സ് റിയാക്ഷനാണ് എന്ന് ജസ്റ്റിഫൈ ചെയ്യാം. നോക്കല്ലേ, H2Oയിൽ ഓക്സിജന് -2 ആണ്, ഫ്ലോറിനിൽ F2ൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്, HFൽ ഫ്ലോറിന് -1 ആണ്, HOFൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. എങ്ങനെ മനസ്സിലായി? Hന് +1ഉം ഫ്ലോറിന് -1ഉം ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 0 ആവും. ദെയർഫോർ ഓക്സിജന് 0. ക്ലിയർ? അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഫ്ലോറിൻ 0യിൽ നിന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1ലേക്ക് പോയി. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്താൽ
ദാറ്റ് ഈസ് റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞത് ഫ്ലൂറിൻ F- ആയി മാറുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഇതിൽ ഓക്സിഡേഷനോ ആർക്കാണ്? -2 ഓക്സിജൻ 0 ഓക്സിജനിലേക്ക് മാറുന്നത് ഓക്സിഡേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്സിജന് ഓക്സിഡേഷൻ സംഭവിച്ചു, ഫ്ലൂറിന് റിഡക്ഷൻ സംഭവിച്ചു. Therefore, this reaction is redox reaction. Clear? 14ാമത്തെ ക്വസ്റ്റ്യൻ. Competitive electron transfer reactions are utilized in the construction of galvanic cell. ഗാൽവനിക് സെല്ലിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറാണ്, കൊടുക്കുക വാങ്ങുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദി റിഡോക്സ് റിയാക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ദി മെറ്റാലിക് കൊബാൾട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ എ നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ. നിക്കൽ സൾഫേറ്റ് സൊല്യൂഷനിൽ മെറ്റാലിക് കൊബാൾട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന റിഡോക്സ് റിയാക്ഷൻ പറയാ. അയോണിക് റിയാക്ഷൻ മാത്രം എഴുതിയാൽ മതി എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ? കൊബാൾട്ട് നിക്കൽ സൾഫേറ്റ് ആണ് NiSO4 എന്നാണ്. SO4 ഒഴിവാക്കിയാൽ Ni2+. അതിലേക്ക് വെച്ചാൽ കൊബാൾട്ടിന് ഓക്സിഡേഷൻ സംഭവിക്കും, CO2+, അതായത് കൊബാൾട്ട് സൾഫേറ്റായി മാറും, പ്ലസ് നിക്കലായി മാറും. അപ്പോൾ എന്തായി? കൊബാൾട്ടിനെ നിക്കൽ സൾഫേറ്റിലേക്ക് ചേർത്താൽ കൊബാൾട്ട് സൾഫേറ്റും നിക്കലുമായിട്ട് മാറും. റിയാക്ഷൻ റെഡി അല്ലേ? അതിൽ ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇൻ ദ റിയാക്ഷൻ Pb + PbO2 + 2H2SO4 gives PbSO4 + 2H2O. Identify the following: substance oxidized, substance reduced, oxidizing agent, reducing agent. നോക്കൂ, റിഡോക്സ് റിയാക്ഷനിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ ബി എന്ന് പറഞ്ഞ പാർട്ടുണ്ടല്ലോ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഞാൻ പറയും, റിഡോക്സ് റിയാക്ഷനിൽ നിങ്ങൾ ബാലൻസിങ്ങോ മറ്റ് സംഗതി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഒരു റിയാക്ഷൻ തന്നാൽ അതിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും കണ്ടുപിടിക്കാൻ പഠിക്കണം. അത് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പായി. ക്ലിയർ ആണോ? അപ്പോൾ ഒന്ന് നോക്കിയേ, ആ റിയാക്ഷനിൽ അതിൽ Pb എന്ന് പറയുന്നത് Pb2+ ആയി മാറി. Pb സോളിഡ് Pb2+ ആയി മാറുന്ന റിയാക്ഷൻ അത് ഓക്സിഡേഷനാണ്. PbO2ലെ Pb 4+ലാണുള്ളത്, അങ്ങോട്ട് പോയത് 2+ലേക്കാണ്. 4+ൽ നിന്ന് 2+ലേക്ക് മാറിയിട്ടുണ്ട് Pb മറ്റൊരു റിയാക്ഷനിൽ. അത് റിഡക്ഷനുമാണ്. Therefore, which is ഓക്സിഡൈസ്ഡ് Pb ആണ് ഓക്സിഡൈസ് ചെയ്തത്, റെഡ്യൂസ് ചെയ്തത് Pb in PbO2. ഓക്സിഡൈസിങ് ഏജൻറ്റ് സ്വാഭാവികമായി അപ്പോൾ ഓക്സിഡേഷൻ നടന്ന ആളാണ്. ദാറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് തന്നെ ഓക്സിഡേഷൻ നടന്ന ആൾ, അതായത് Pb in PbO2. ക്ലിയർ? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടന്ന ആൾ, ദാറ്റ് ഈസ് Pb. ക്ലിയർ? അടുത്ത് സ്റ്റോക്ക് നൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ വീണ്ടും വരികയാണ്. FeOയും MnO2ൻ്റെയും സ്റ്റോക്ക് നൊട്ടേഷൻ ഇത്. FeOയിൽ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? 2+ ആണ്. അപ്പോൾ Fe ബ്രാക്കറ്റിൽ 2, റോമൻ ലെറ്ററിൽ എഴുതണം ആ 2 കേട്ടോ, വെറും 2 എന്നിട്ടാൽ മതി. 11 ഇടുന്ന മാതിരി റോമൻ ലെറ്ററിൽ 2 എന്നുള്ളതിന് നമ്മളിങ്ങനെ 2 വരെ വരയ്ക്കുക, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. MnO2ൽ മാംഗനീസിന് +4 ആണ്. ആ 4 ആണ് കൊടുത്തുകൊണ്ടില്ലേ, 4ാം ക്ലാസ് എന്നൊക്കെ എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച റോമൻ ലെറ്ററാണ്, അതാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് അതിൽ ബി ക്വസ്റ്റ്യൻ. റിഡോക്സ് റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻ ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, റൈറ്റ് എനി 2 റിഡോക്സ് റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ ആയിക്കോട്ടെ, അതാണ് അവിടെ ബിയിൽ ഒന്ന് കൊടുത്ത്. കോമ്പിനേഷൻ സോഡിയവും ക്ലോറിനും കൂടി ചേർന്ന് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. വേറൊന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് അവിടെ കൊടുത്തത്. Fe + 2HCl gives FeCl2 + H2. അത് കൊടുക്കാം. അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ കൊടുക്കാം, ഡിസ്പ്രപ്പോർഷനേഷൻ കൊടുക്കാം, അല്ലേ? ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ റിഡോക്സ് റിയാക്ഷൻ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒക്കർ സൈമൾട്ടേനിയസ്ലി. പ്രിയപ്പെട്ട മക്കളെ, റിപ്പീറ്റ് ചെയ്ത് വരികയാണിത്. ഹൗ ആർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിലേറ്റഡ് ടു ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട ഓക്സിഡേഷനെയും റിഡക്ഷനെയും എങ്ങനെ പറയാം? ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനെ ഓക്സിഡേഷൻ എന്നും ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിനെ റിഡക്ഷൻ എന്നും പറയും. ആ പേരിൽ തന്നെ ഉണ്ട് ശരിക്ക്, റിഡക്ഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറയുക. ഓക്കെ,
ബുദ്ധിമുട്ടില്ലല്ലോ. നെക്സ്റ്റ്, ഡ്യൂറിങ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ വൺ ഓഫ് യുവർ ഫ്രണ്ട് ആർഗ്യൂസ് ദാറ്റ് തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് KClO3 ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. KClO3 ഡീകമ്പോസ് ചെയ്യണത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു കുട്ടി പറഞ്ഞു. വൈൽ ദാറ്റ് ഓഫ് CaCO3 ഈസ് നോട്ട് റിഡോക്സ് റിയാക്ഷൻ. കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യണത് റിഡോക്സ് റിയാക്ഷൻ അല്ല എന്നും അവൻ പറഞ്ഞു. ഗിവ് യുവർ ഒപ്പീനിയൻ ആൻഡ് സബ്സ്റ്റാൻഷിയേറ്റ്. മാർച്ച് 2012 ക്വസ്റ്റ്യനാണ്. KClO3 ഡീകമ്പോസ് ചെയ്താൽ KClഉം ഓക്സിജനാണ് മാറുന്നത്. KClO3യിലെ Clന് ഓക്സിഡേഷൻ നമ്പർ +5 ആണ്. KClലെ Clന് -1 ആണ്. അപ്പോൾ Clന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഓക്സിജനാണ്. KClO3യിലെ ഓക്സിജന് -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. O2യിലെ ഓക്സിജന് 0 ആണ്. അപ്പോൾ -2 നിന്ന് 0യിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനാണ്. അപ്പോൾ ഓക്സിജന് ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നു, Clന് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് റിഡക്ഷനും ഓക്സിഡേഷനും ഇതിലുള്ളതുകൊണ്ട് ഇത് റിഡോക്സ് റിയാക്ഷനാണ്. എന്നാൽ നേരത്തെ നമ്മൾ കാൽസ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ പറഞ്ഞിരുന്നു അവിടെ ചേഞ്ച് ഇല്ല. ഇപ്പുറത്ത് കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണോ അത് തന്നെയാണ് അപ്പുറം. ഇപ്പുറത്ത് കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്, അത് തന്നെയാണ് അപ്പുറത്തുള്ളത്. ഇപ്പുറത്ത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്, അത് തന്നെയാണ് ആരോ മാർക്കിൻ്റെ അപ്പുറമുള്ള ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും. നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ദെയർഫോർ ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. ക്ലിയർ? 17ാമത്തെ ക്വസ്റ്റ്യൻ. ദി കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഇലക്ട്രോകെമിക്കൽ സെൽസ് ആർ റിഡോക്സ് റിയാക്ഷൻ. ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ റിഡോക്സ് റിയാക്ഷനാണ് സംഭവിക്കുന്നത്. എ ഡാനിയൽ സെൽ ഈസ് റെപ്രസെൻറ്റഡ് ബിലോ. ആ ചിത്രം നോക്കൂ, കണ്ടോ? സിങ്ക് സൾഫേറ്റിലും കോപ്പർ സൾഫേറ്റിലും ഡിപ്പ് ചെയ്തിട്ടുണ്ട്. സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ആ 2 ഇലക്ട്രോഡുകൾ സിങ്കും കോപ്പറും തമ്മിൽ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോൺ ഫ്ലോ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഈ ചിത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആസ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദി സെൽ, വൺ ഓഫ് ദി മെറ്റൽ റോഡ് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്സ് സൊല്യൂഷൻ ആൻഡ് ദി അതർ മെറ്റൽ ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ഫ്രം ദി സൊല്യൂഷൻ ടു ദി മെറ്റൽ റോഡ്. വിച്ച് മെറ്റൽ ഈസ് ഗെറ്റിംഗ് ഡെപ്പോസിറ്റഡ്? ഒരു മെറ്റലിൽ ആ മെറ്റൽ ഇങ്ങനെ ഡിസോൾവ് ആകുന്നു സൊല്യൂഷനിലേക്ക്. മറ്റൊരു മെറ്റലിലേക്ക് ഒരു മെറ്റൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ തടി ഇങ്ങനെ കൂടി വരുന്നു. ഏതിലാണ് മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഉത്തരം കോപ്പർ റോഡിലാണ് എന്നാണ്. കോപ്പർ റോഡിൽ കോപ്പർ ലോഹത്തിൻ്റെ ആ റോഡുമൽ കോപ്പർ അയോൺ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ക്ലിയർ? സിങ്ക് ആണെങ്കിൽ സൊല്യൂഷനിലേക്ക് ഇങ്ങനെ ഡിസോൾവ് ആവും, ലയിച്ചു ചേരും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതിൽ ബി, ഐഡൻറ്റിഫൈ ദി മെറ്റൽ വിച്ച് ഈസ് ആക്ടിങ് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? റിഡക്ഷൻ നടക്കുന്ന ആളാണ്. റിഡക്ഷൻ നടക്കുന്ന ആർക്കാ? കോപ്പറിനാണ്. റെഡി? ദെയർഫോർ Cu2+ undergo reduction. Therefore Cu2+ is oxidizing agent. C, write the chemical equation for the reaction taking place at the first compartment. ആദ്യ കമ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന റിയാക്ഷൻ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതുക. അതായത് ആദ്യ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ളത് സിങ്കാണ്. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. കണ്ടോ? Zn gives Zn2+. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുക. അപ്പോൾ ആരോ മാർക്കിന് ശേഷമാണ് ഇലക്ട്രോൺ ഉണ്ടാവുക. ഓക്കെ. എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി? 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. ഓക്കെ. ആ സെല്ലിലെ മൊത്തം റിയാക്ഷൻ എഴുതി നോക്കൂ. Zn plus Cu2+ gives Zn2++ Cu. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 18. ബാലൻസ് ദി ഫോളോയിങ് ഇക്വേഷൻ ബൈ ദി ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷനെ ബാലൻസ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു 2 സ്റ്റെപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഒന്നെന്താ? ഇക്വേഷൻ അതേപോലെ എഴുതുക. രണ്ടാമത് ആ ഇക്വേഷനിൽ ഓരോ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എഴുതുക. നോക്കൂ, സ്റ്റെപ്പ് 1 അത് കൊടുത്തിട്ടുണ്ട്. Fe2+, അതിൽ ഓക്സിജൻ സ്റ്റേറ്റ് +2, Cr2O7 ഓക്സിജന് -2, ക്രോമിയത്തിന് +6. അതൊക്കെ ചെയ്ത് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതൊന്ന് സൈഡിൽ കണ്ടുപിടിക്കുക. Fe3+ൽ 3+ തന്നെ, Cr3+ൽ 3+ തന്നെ. റെഡി? ഇനി എന്താണ് ചേഞ്ച് സംഭവിച്ചത്? ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? നോക്കൂ, Fe2+ ഇപ്പുറത്തേക്ക് Fe3+ ആയി മാറിയിട്ടുണ്ട്.
ദാറ്റ് ഈസ് വാട്ട്? ഓക്സിഡേഷൻ. ക്രോമിയം +6 നിന്ന് ക്രോമിയം 3+ മാറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട്? റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷനും ഓക്സിഡേഷനും കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? ആ റിഡക്ഷൻ്റെ ഇക്വേഷൻ വേറെ എടുത്ത് എഴുതി, ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ വേറെ എഴുതി. ഹാഫുമാക്കി ഒരു ഫുൾ റിയാക്ഷനെ. ഈ മെത്തേഡിനാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയാം. എന്നിട്ട് ഓരോ ഹാഫിനെയും ബാലൻസ് ചെയ്തു, എന്നിട്ട് 2 ഇക്വേഷനും കൂടെ കൂട്ടി. ഇതെല്ലാം കൂടെ പറഞ്ഞുണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ മലയാളത്തിലെങ്കിലും എഴുതി വെക്കാൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ശ്രമിക്കണം. പക്ഷേ ആദ്യത്തെ 2 സ്റ്റെപ്പ് വിട്ടുപോകരുത്. അത് എഴുതാഞ്ഞാൽ തീരെ മാർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 20. കെമിക്കൽ റിയാക്ഷൻ വിച്ച് ഇൻവോൾവ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. 4ാമത്തെ ക്വസ്റ്റ്യനാണിത്, റിപ്പീറ്റ് ചെയ്ത് വന്നേ. ദി അൺബാലൻസ്ഡ് ഇക്വേഷൻ ഇൻ ദി അയോണിക് ഫോം ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഈസ് ഷോൺ ബിലോ. ബാലൻസ് ചെയ്യാത്തൊരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദി ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഓക്സിഡൈസിങ് ഏജൻറ്റ് പറഞ്ഞാൽ റിഡക്ഷൻ നടക്കുന്ന ആൾ. അപ്പോൾ എന്ത് എഴുതി നോക്കണം? Fe2+ Fe3+ ആയി മാറുന്നത് ഓക്സിഡേഷനാണ്. അതുകൊണ്ട് Fe2+ റെഡ്യൂസിങ് ഏജൻ്റാണ്. Cr2O7 എന്ന് പറയുന്ന സ്പീഷീസിൽ Cr+6 ഇപ്പുറത്ത് Cr3+ ആണ്. അവിടെ സംഭവിച്ചിരിക്കുന്നത് ഓക്സിഡേഷൻ അല്ല, റിഡക്ഷനാണ്. ക്ലിയർ? അപ്പോൾ Cr2O7 ക്രോമിയം Cr3+ ആയി മാറുന്ന റിഡക്ഷൻ ഇക്വേഷൻ 2 ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് പറഞ്ഞാൽ റിഡക്ഷൻ സംഭവിക്കുന്ന ആൾ. ആർക്കാ റിഡക്ഷൻ സംഭവിച്ചത്? Cr2O7 Cr. ഓക്കെ, നെക്സ്റ്റ്. നെയിം ദി സ്പീഷീസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്സിഡേഷൻ നടന്നത് Fe2+. അപ്പോൾ അതിന് മാർക്കായി. ബാലൻസ് ദി എബോവ് ഇക്വേഷൻ ബൈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ബാലൻസ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സ്റ്റെപ്പിൽ ആ ഇക്വേഷൻ എഴുതി, എന്നിട്ട് 2ാമത്തെ സ്റ്റെപ്പിൽ ഓരോ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ആ ഇക്വേഷനിൽ തന്നെ എഴുതിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അത് വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ 2 സ്റ്റെപ്പിൽ അവസാനിപ്പിക്കുക. ഓക്കെ, സംശയം എന്തുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ച് സംശയം ചോദിക്കുക. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി പറയാൻ പോകുന്നത്. ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Cl ഇൻ HClO4. ചെയ്തു നോക്കാം അല്ലേ? HClO4 ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട്. 2009 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണിത്. HClO4 ചെയ്തു നോക്കാം അല്ലേ? Hന് 1, അപ്പോൾ 1+, Clന് X+, അപ്പോൾ 1+, X+, 4 × -2 = 0. 1+, X -8 = 0. പിന്നെ X -7 = 0. Therefore X +7. Therefore oxidation state of chlorine in HClO4 is +7. Clear? B. Reducing agent is a substance which dash electron in a chemical reaction. Reducing agent എന്താ സംഭവിക്കുക? ഓക്സിഡേഷൻ സംഭവിക്കും. ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വിച്ച് റിമൂവ് ഇലക്ട്രോണിന് എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തും. ലോസസ് ഓർ ഡൊണേറ്റ്. ക്ലിയർ? എമംഗ് ദി എലമെൻറ്റ് ഫ്ലൂറിൻ ആൻഡ് അയോഡിൻ. അയോഡിൻ്റെയും ഫ്ലൂറിൻ്റെയും മൂലകങ്ങളിൽ ഡാഷ് എക്സിബിറ്റ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അയോഡിൻ എക്സിബിറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മൂലകങ്ങൾ 118 ഉണ്ട്. ഈ 118 മൂലകങ്ങളിലെ ഫ്ലൂറിൻ മാത്രമാണ് കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവർ. ബാക്കി എല്ലാവരും +1 കാണിക്കാറുണ്ട്, അതായത് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കാറുണ്ട്, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കാറുണ്ട്. ഫ്ലൂറിൻ ഷോ ഓൺലി -1 oxidation state in its compounds. Ready? Therefore answer is what? Iodine. Next 22 question. Both HCl and NaH contain hydrogen, but the oxidation state of hydrogen in them are different. What is the oxidation state of hydrogen in each compound? HCl +1 ആണ് ഹൈഡ്രജന്, NaH ഹൈഡ്രജന് -1 ആണ്. 2 മാർക്ക് കിട്ടി.
വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സൾഫർ ഇൻ SO4 2- കാണുമല്ലേ? സൾഫറിന് എക്സ് എന്ന് കൊടുത്തു. എക്സ് പ്ലസ് 4 × -2 ഈക്വൽ ടു -2. ഈക്വൽ ടു -2 കൊടുക്കാൻ കാരണം മൊത്തം ചാർജ് -2 എന്ന് അവിടെ ഉണ്ട്. അതിൽ നിന്ന് ചെയ്യുക. എക്സ് -8 ഈക്വൽ ടു -2. എക്സ് ഈക്വൽ ടു -2 പ്ലസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു +6. ചെയ്തു നോക്കുക പേപ്പറിൽ. ആൻസർ കിട്ടി. 23 എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് ഫ്ലോറിൻ. ഫ്ലോറിനും ഓക്സിജനും കൂടിക്കൊണ്ടൊരു കോമ്പൗണ്ട് ഉണ്ടായി. ഡു യു നോ വെദർ ഇറ്റ് ഈസ് ഓക്സിജൻ ഫ്ലൂറൈഡ് ഓർ ഫ്ലോറിൻ ഓക്സൈഡ്? എക്സ്പ്ലെയിൻ. എന്താ സംഭവം? എന്താണിതിവിടെ? ഓക്സിജൻ ഫ്ലൂറൈഡാണ് ഉണ്ടാവുക. കാരണം ഫ്ലോറിൻ ഇലക്ട്രോൺ നെഗറ്റീവാണ്. അതുകൊണ്ട് അത് നെഗറ്റീവ് ചാർജുള്ള ആളാണ് ദാൻ ഓക്സിജൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കോമ്പൗണ്ടിന് പേരിടുമ്പോൾ ആദ്യം പോസിറ്റീവിനെയും പിന്നെ നെഗറ്റീവിനെയും പറയാം. അതുകൊണ്ടാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം പോസിറ്റീവ്, ക്ലോറിൻ നെഗറ്റീവ്. ഫ്ലോറിൻ്റെ കോമ്പൗണ്ടിൽ ഫ്ലോറിൻ എപ്പോഴും നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് ഉത്തരം ഓക്സിജൻ ഫ്ലൂറൈഡ്. ഓക്സിജന് പോസിറ്റീവും ഫ്ലോറിന് നെഗറ്റീവും. ക്ലിയർ? അടുത്തതിൽ ബി, NO ആൻഡ് HNO3 ആർ 2 കോമ്പൗണ്ട് ഓഫ് നൈട്രജൻ. സംശയമില്ലല്ലോ. നൈട്രജൻ്റെ 2 കോമ്പൗണ്ടാണ് NOയും HNO3യും. ഇൻ വിച്ച് ഓഫ് ദം നൈട്രജൻ ഈസ് മോർ ഓക്സിഡൈസ്ഡ്? നൈട്രജൻ കൂടുതൽ ഓക്സിഡൈസ് ചെയ്ത് ഏതിലാണ്? NOയിൽ ഓക്സിജൻ -2, നൈട്രജന് +2. HNO3യിൽ നൈട്രജന് +5 ആണ്. അപ്പോൾ മോർ ഓക്സിഡേഷൻ നടന്നിരിക്കുന്നത് HNO3യിലാണ്. ഓക്കെ, നൈട്രജന് +5 ആണ് അതിൽ. അതാണ് കാരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു 10-12 കൊല്ലമായി ചോദിച്ച ചോദ്യങ്ങൾ. അതുകൊണ്ട് മക്കളെ, പ്രധാനമായി നിങ്ങൾ പഠിക്കേണ്ടത് 1 ഓക്സിഡേഷൻ നമ്പർ കാണാൻ പഠിക്കണം. 2 അത് വെച്ചുകൊണ്ട് ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടുപിടിക്കാൻ പഠിക്കണം. ബാലൻസ് ചെയ്യാൻ പഠിക്കുമ്പോൾ അതിൽ 2 സ്റ്റെപ്പെങ്കിലും മിനിമം പഠിച്ചിരിക്കണം. ഓക്കെ, ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രമോ അല്ലെങ്കിൽ ആ ചിത്രത്തിൽ നടക്കുന്ന അതിൽ നടക്കുന്ന റിയാക്ഷൻ പഠിച്ചു വെക്കണം. സ്റ്റോക്ക് നൊട്ടേഷൻ പഠിച്ചു വെക്കണം. ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് പ്രകാരവും ഇലക്ട്രോണിക് കൺസെപ്റ്റ് പ്രകാരവും ഓക്സിഡേഷനും റിഡക്ഷനും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അതൊന്നുകൂടെ റിവൈസ് ചെയ്ത് കേട്ട് ബൈ ഹാർട്ട് ചെയ്യുക. തീർച്ചയായും 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ചില വർഷം 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നത് നമ്മളിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയും സാധ്യത ഉണ്ട്. അതായത് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് 12 ക്വസ്റ്റ്യൻസ് തന്ന് അതിൽ 8 എഴുതിയാൽ മതി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും റിഡോക്സ് റിയാക്ഷനിൽ 5 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ചാപ്റ്ററാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? എന്നും പറയുന്നത് പോലെ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് നോട്ട്സുകൾ കുറിച്ചെടുത്ത് സ്വയം പറയാൻ ശ്രമിച്ച് പഠിച്ചതെന്താണ്, വായിച്ചതെന്താണ്, കേട്ടതെന്താണ് എന്ന് വീണ്ടും വീണ്ടും ഓർത്ത് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ നോക്കുക. വരുന്നില്ലെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്ത് കേൾക്കുക. തീർച്ചയായും നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആകെ വേണ്ട ഒരു സെക്കൻഡാണ്. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പറ്റും. അതോടൊപ്പം ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും പറ്റും. അവർ ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് തിയറി ക്ലാസ് കേട്ടതിന് ശേഷം ആ പാഠത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരവസരം കൂടി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും ലഭിക്കും എന്നതുകൊണ്ട് നിങ്ങളുടെ അനിയന്മാരോ കുടുംബക്കാരോ ഒക്കെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യാം. അതോടൊപ്പം സെക്കൻഡ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.